ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇന്നത്തെ നമ്മളെ വീഡിയോ കഴിഞ്ഞ ഞാനൊരു 35 വീക്സിൻ്റെ ചെക്കപ്പ് ഡേയും അതുപോലെ തന്നെ ഷോപ്പിംഗ് വ്ളോഗ് ഇട്ടപ്പോൾ അതിലൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം എൻ്റെ ആ ഒരു പ്രഗ്നൻസി ടൈമുള്ള ഒരു കുട്ടി, 35 വീക്സ് ഉള്ള ഒരു പ്രഗ്നൻറ്റ് കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ ബേബി ഹെഡ് ഡൗൺ ആയിന്ന് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്ക് ഇങ്ങനെ എപ്പോഴും വെയിറ്റ് വരുന്ന പോലെ, അടിയിലേക്ക് ഒരു വെയിറ്റ് വരുന്ന പോലെ ഒക്കെ ഫീൽ ചെയ്തിരുന്നു. അതുപോലെ യൂറിനേറ്റ് ചെയ്യുന്ന ഭാഗത്ത് പെയിൻ വരുന്ന പോലെ ഒക്കെ ഇങ്ങനെ തോന്നിയിരുന്നു, ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അത് ഫിക്സ് ആയി. ഡോക്ടർ പറഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അതാണ് കാര്യം. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്യണമെന്നുള്ള ആയിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ തോന്നാം, അല്ലെങ്കിൽ നമ്മളെങ്ങനെ അറിയുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഓരോ നമ്പേഴ്സായിട്ട് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ അടിവയറിൻ്റെ ആ ഭാഗത്തേക്ക് നന്നായിട്ട് പ്രഷർ വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം, നല്ല വെയിറ്റ് വരുന്ന പോലെ ഫീൽ ചെയ്യുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് യൂറിനേറ്റ് ചെയ്യുന്ന ഭാഗത്ത്, വജീനയുടെ അവിടെ നമുക്ക് ഇങ്ങനെ ഒരു കുത്ത്, ഇങ്ങനെ ഒരു ചെറിയൊരു കുത്ത് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യാം, അടിയിലേക്ക് ഒരു കുത്ത് വരുന്ന പോലെ. അത് ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യും. അതായത് നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ, കുറച്ച് വെയിറ്റുള്ള കാര്യം എന്തെങ്കിലും ചെയ്യുമ്പോൾ അപ്പോഴൊക്കെ നമുക്കിത് ഫീൽ ചെയ്യും. തുമ്മുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരു കുത്ത് വരുന്ന പോലെ ഒരു ഫീല് ഉണ്ടായിരിക്കാം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബ്രസ്റ്റിന്റെ അവിടെ വരെ നമ്മുടെ വയറ് വീർത്തിരിക്കുമല്ലോ, നമ്മൾ പ്രഗ്നന്റ് ആയി ഒരു 8 മാസം ഒക്കെ ആകുമ്പോൾ. അത് കഴിഞ്ഞ് മൈക്കോണല്ലേ നോക്കാട്ടോ, അത് കഴിഞ്ഞ് നമ്മൾ ഒരു 9 ബേബി ഹെഡ് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് വെയിറ്റ് കുറച്ച് പോയിട്ട്, അതായത് ആ ഒരു വീർത്ത് നിൽക്കുന്ന ആ ഒരു സ്റ്റിഫ്നെസ് മാറിയിട്ട് കുറച്ച് സോഫ്റ്റ് ആയ ഫീൽ ഉണ്ടാകും. പിന്നെ കുറച്ച് സ്ലോപ്പായിട്ട് അടിയിലേക്കായിട്ട് വയറായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഈ ഒരു ഭാഗം ഫ്രീ ആയ പോലെ നമുക്ക് തോന്നും. അതാണ് മൂന്നാമത്തെ കാര്യം. പിന്നെ നാലാമത്തെ കാര്യം, നമ്മുടെ വയറ് താഴ്ത്തിക്കായിരിക്കും. നമ്മുടെ വയറിൻ്റെ ആ ഒരു വലിപ്പം, അല്ലെങ്കിൽ ഒരു ബലൂൺ വീർപ്പിച്ച പോലെ ഹാർഡായിട്ടുള്ള ഭാഗം താഴ്ത്തായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന അമ്മാമ്മമാരോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാർ പറയും, ആ വയറിറങ്ങിണ്ടിട്ടാന്ന് പറയണ കേൾക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ തല താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ഒരു കണ്ടീഷൻ. പിന്നെ എന്താ പറയുക, പിന്നത്തെ കേസ് ആ വെയിറ്റ് വന്നിട്ടുള്ള ഒരു അവസ്ഥ, അടിയിലേക്ക് വെയിറ്റ് വന്നിട്ടുള്ള ആ ഒരു അവസ്ഥ. പിന്നെ നമുക്ക് ഇടയ്ക്ക് ഒരു കോൺട്രാക്ഷൻ ഫീൽ ചെയ്യും. കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ നിന്നല്ല, ഫ്രണ്ടിൽ മാത്രം ഒരു കോൺട്രാക്ഷൻ വന്ന് ഇറുകി പിടിക്കുന്ന പോലെ, നമ്മുടെ സെൻറ്ററിൽ വന്നിട്ട് ഇറുകി പിടിക്കുന്ന പോലത്തെ ഒരു ഫീൽ നമുക്ക് തോന്നും. അത് ദിവസത്തിൽ 1-2 വട്ടമൊക്കെ ഉണ്ടാവും. ഇത് നമ്മുടെ ബാക്കിൽ നിന്നും കൂടി ഉണ്ട്. ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തണ്ടൽ കഴപ്പും അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഫ്രണ്ടിലേക്കുള്ള വന്നിട്ടുള്ള കോൺട്രാക്ഷൻ ആണെങ്കിൽ അതാണ് ശരിക്കുള്ള ലേബർ പെയിന്. അത് ഇങ്ങനെ ഇടവിട്ട് ടൈം കുറഞ്ഞ് ഇടയ്ക്ക് വെച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ നേരം നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം, ലേബർ പെയിൻ ആണ്. ഇതിങ്ങനെ നമ്മൾ ഇടയ്ക്ക് മാത്രം ദിവസത്തിൽ 1-2 വട്ടമാണ് വെച്ചെങ്കിൽ അത് ഫാൾസ് പെയിൻ ആണ്, പ്രീ ടൈം ലേബർ ആണ്. നമ്മുടെ ലേബറിന് വേണ്ടിയിട്ട്, നമ്മൾ പ്രസവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി പ്രിപ്പയർ ആവുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്ന ഇങ്ങനെ ബേബി ഹെഡ് ഡൗൺ ആയപ്പോൾ ഉള്ള ഒരു ഫീലിങ്സുകൾ കേട്ടോ. ഇനി നമ്മുടെ ബേബി ഹെഡ് ഡൗൺ ആയി എന്ന് നമുക്ക് അറിയണതിന് മുന്നേ, നമ്മൾ ഒരു 7 മാസമൊക്കെ ഉള്ളപ്പോൾ നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേബി ഏത് പൊസിഷനിലാണെന്ന് അറിയാൻ പറ്റും. സെഫാലിക് ആണോ, ബ്രീച്ച് പൊസിഷൻ ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. ഈ സെഫാലിക് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയുടെ തല താഴ്ത്തും മുകൾ ഭാഗത്തേക്ക് കാലുമായിട്ടുള്ളതാണ്. ബ്രീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ച് ഉള്ള സ്ഥിതിയാണ്. അപ്പൊ ബ്രീച്ച് ആണെങ്കിൽ ചിലർക്ക് പ്രസവത്തിന്റെ ടൈം അനുസരിച്ചിട്ട് അടുത്തിട്ട് തല തിരിഞ്ഞിട്ടും വരാം. പിന്നെ അങ്ങനെ ലേബർ സ്റ്റാർട്ട് ആവാം, അതൊക്കെ ഉണ്ട്. ഇപ്പൊ സെഫാലിക് ആണെങ്കിൽ നമ്മൾ ഒരു 34-40 വീക്സ് ഒക്കെ ആകുമ്പോഴത്തേനും ബേബി ഹെഡ് ഡൗൺ ആയിട്ട് ചിലർക്ക് വരും, ഇതുപോലെ ആയിന്ന് വരും.
അപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി ഒക്കെ ആകുമ്പോൾ ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ട് എന്താ പറയുക പെട്ടെന്ന് ആവണതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ പെയിൻ അങ്ങനത്തതൊന്നും വന്നത് 37, 38 ഒക്കെ ആയപ്പോഴാണ് എനിക്കിവിടെ വെയിറ്റ് ഒക്കെ വരുന്ന പോലെ ഫീൽ ചെയ്തത്. അപ്പോൾ ഒരു പ്രസവം കഴിഞ്ഞ കാരണമായിരിക്കാം ഇപ്പോൾ എനിക്ക് അങ്ങനെ പെട്ടെന്ന് തന്നെ 35 വീക്സ് ആയപ്പോൾ തന്നെ ഹെഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ പ്രഷർ വരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തത്. അപ്പൊ ചിലർ പറയും രണ്ടാമത്തെ വിശേഷമാണെങ്കിൽ പെട്ടെന്ന് ആവൂട്ടാന്ന് പറയും. അത് ശരിയാണ് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. ഒന്ന് കഴിഞ്ഞ കാരണം ഒന്നുകൂടെ ഈസി നമ്മളെ ബോഡിയൊക്കെ ഒന്ന് എലാസ്റ്റിസിറ്റി അതായല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കാം മേ ബി ഇങ്ങനെ പെട്ടെന്ന് ഇതാവുന്നത്. നമ്മൾ പണിയെടുക്കുമ്പോഴും പിന്നെ ഉണ്ണീനെ എടുക്കലൊക്കെ ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി തല വേഗം സ്പീഡിൽ ഇറങ്ങി വന്നതായിരിക്കാം. അപ്പൊ ഇതൊക്കെയാണ് എനിക്കുള്ള ഫീലിങ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അതായത് വെയിറ്റ് വരുന്ന പോലെ തോന്നുക, മൂത്രമൊഴിക്കുന്ന ഭാഗത്തൊരു പെയിൻ വരിക, പിന്നെ വിട്ടുപോയൊരു കേസും കൂടി ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ മുട്ടണ പോലെ നമ്മൾ അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ നമുക്ക് ഉണ്ടാവും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ മുട്ടല്. അത് കുറച്ചുകൂടി കൂടും ഈ ഒരു ടൈമില്. ഇടയ്ക്ക് എന്നുള്ളത് ഒരു അടുപ്പിച്ചിട്ട് നമുക്ക് എപ്പോഴും യൂറിനേറ്റ് ചെയ്ത് കളയാനുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത്ര അധികം മൂത്രം ഉണ്ടാവില്ല. നമുക്കിങ്ങനെ പോയി കഴിഞ്ഞാൽ അത്ര അധികം നമുക്ക് ഫീൽ ചെയ്തിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് മൂത്രം ഒഴിക്കാൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വേഗം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വേഗം തന്നെ മൂത്രം ഒഴിക്കാൻ മുട്ടുക അങ്ങനെയൊക്കെ തോന്നും. പിന്നെന്താ, പിന്നെ നമുക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടണ പോലെ ഫീൽ ചെയ്യും, മോഷൻ പോകാനുള്ള പോലെ ഫീൽ ചെയ്യും നമുക്ക്. പക്ഷെ നമ്മൾ ബാത്റൂമിൽ പോയിരുന്നാൽ നമുക്ക് മോഷൻ പോകണമെന്നുണ്ടാവില്ല, അങ്ങനത്തെ ഒരു ഇത്. പിന്നെ ഞാൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാല്, നമ്മളിപ്പോ ഇങ്ങനെ ഈ കോൺട്രാക്ഷൻ വരിക, കോൺട്രാക്ഷൻ വന്നിട്ട് ചിലപ്പോൾ ചിലരുടെ ബോഡി എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. ഈസി ആയിട്ട് വേദന ഇല്ലാതെ പ്രസവിക്കുന്നവരുണ്ട്. ഇങ്ങനൊന്നും ഫീൽ ചെയ്യാണ്ട് പെട്ടെന്ന് ഒന്നും മനസ്സിലാവുണ്ട് ചിലർക്ക് ഈസി ആയിട്ട് ഡെലിവറി ആവുന്നവരുണ്ട്. അപ്പൊ ചിലപ്പോ ഫസ്റ്റത്തെ പ്രഗ്നൻസിയിലൊക്കെ ഞാൻ ഇങ്ങനെ ഈ ഒരു ചെറിയ കോൺട്രാക്ഷൻ വരുമ്പോഴത്തേന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. എനിക്കറിയില്ലല്ലോ ഇതാണോ ഡെലിവറി പെയിൻ, ഇതാണോ. നമ്മളിപ്പോ അമ്മമാരെ അടുത്ത് ചോദിക്കുമ്പോൾ അങ്ങനെ വന്ന് ഇറുകണ ആ ഒരു ഫീൽ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അവരും അതെന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പൊ അതല്ല, കുഴപ്പമില്ല, ഇപ്പൊ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് PV ഒക്കെ ചെയ്തിട്ട് വീട്ടിലേക്ക് വിടും. ഇപ്പൊ 35 വീക്സിന്റെ ചെക്കപ്പ് വരെ എനിക്ക് PV ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോ 9 ദിവസം കഴിഞ്ഞിട്ട് ഗ്രോത്ത് സ്കാൻ കഴിഞ്ഞ് പോകുമ്പോൾ ഇനി ആകെ 6 ദിവസം കൂടി ഉള്ളു. അതിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ PV ചെയ്ത് നോക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഗ്രോത്ത് സ്കാനിൽ പറയും എന്നാ അഡ്മിഷൻ ഡേറ്റ് എന്നൊക്കെ. അപ്പൊ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് അതിന് മുന്നേ പ്രസവം നടന്നില്ലെങ്കിൽ ഞാൻ പറയുന്നുണ്ട്, ആ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇങ്ങനെ വേദന വന്നിട്ട് ചെറിയ കോൺട്രാക്ഷൻസ് വന്ന് ഇടയ്ക്കിടയ്ക്ക് വരുന്നെങ്കിൽ നിങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം. ഇല്ല നിങ്ങൾക്ക് സംശയം, നിങ്ങൾ ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വന്നിട്ട് എന്താ പറയുക, നമ്മൾ കുറച്ചു നേരം കൂടി കഴിയിട്ട് അങ്ങനെ നിൽക്കണ്ട, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോണതാണ് നല്ലത്. ഹോസ്പിറ്റലിൽ പോയിട്ട് അവർ ചെക്ക് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് വരാം. ഇല്ല ഇത് പ്രോഗ്രസ് ആവുന്നുണ്ട്, ലേബർ പെയിനായി മാറുന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് വരാം. അപ്പൊ അത്രയുള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ എന്താ പറയാ, പിന്നെ ഈ ഒരു കോൺട്രാക്ഷനും ഇതൊക്കെ നമ്മൾ ഈ ഒരു വെയിറ്റ് ഫീൽ ചെയ്യണതൊക്കെ എന്താണ്, നമ്മുടെ ബോഡി ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. 34, 35, 36, 37 വീക്സ് ഒക്കെ ഇങ്ങനെ നമ്മുടെ ബോഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഇതൊക്കെ ആയിട്ടും ഇപ്പൊ ഹെഡ് ഡൗൺ ആയിട്ടും ചിലപ്പോ സി സെക്ഷനിലേക്ക് പോവാം. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം സി സെക്ഷൻ ആയിരുന്നു. ഇപ്രാവശ്യം മേ ബി പറയാൻ പറ്റില്ല. ചിലപ്പോ ഹെഡ് ഡൗൺ ആണ്, നോർമൽ ഡെലിവറിക്ക് ചാൻസ് ഉണ്ടെങ്കിൽ കൂടി ഒന്ന് വെയിറ്റ് ഉണ്ട് കുറച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ സി സെക്ഷനിലേക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നില്ല എങ്കിൽ സി സെക്ഷൻ ചെയ്യേണ്ടി വരും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ണിയുടെ തല വലിപ്പം കൂടിയതുകൊണ്ടാണ് എനിക്ക് സി സെക്ഷൻ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും. നമ്മളിപ്പോ ഹെഡ് ഡൗൺ ആണെന്ന് വിചാരിച്ചിട്ട് നോർമൽ ഡെലിവറി എന്തായാലും ആവുന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ വയ്യ. ഒക്കെ മുകളിലിരിക്കുന്ന ആളുടെ കയ്യിലാണ്, പഠിച്ചവന്റെ അടുത്താണ് ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഉണ്ണിക്ക് അറിയുന്നുണ്ട്, ഇത്ര നേരം അവളിവിടെ ഉണ്ടായിരുന്നില്ല.
അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.